ആലുവയിലെ ഗുണ്ട ആക്രമണം. ആലുവയിലെ ആത്മീയ നേതാവിന്റെ വസതിയിലേക്ക് ജനകീയ സമിതി പ്രതിഷേധ പ്രകടനം നടത്തി. ചൊവ്വര കൊണ്ടോട്ടി കവലയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി നാടിനെ നടുക്കിയ ആക്രമണമുണ്ടായത്. ദിവസങ്ങൾക്ക് മുൻപ് ഒരു വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ തുടർച്ചയായിരുന്നു ആക്രമണം. ആയുധങ്ങളുമായി ഗുണ്ടാസംഘം എത്തുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ബൈക്ക് നിർത്തി ഒരാൾ ഇറങ്ങി വരുന്നതും മുന്നോട്ട് പോയ കാർ തിരികെ വരുന്നതും അതിൽ നിന്നും ആയുധങ്ങളുമായി സംഘം ഇറങ്ങുന്നതും CCTV ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. കൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള സിറാജ്, സനീർ, ഫൈസൽ എന്നിവരും ഗൂഢാലോചനയിൽ പങ്കുള്ള കബീറുമാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ആക്രമണത്തിൽ കോൺഗ്രസ് പ്രവർത്തകനും മുൻ പഞ്ചായത്ത് അംഗവുമായ P. സുലൈമാന് ഗുരുതര പരിക്കേറ്റിരുന്നു. സുലൈമാനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 4 പേർക്കും കൂടി പരിക്കേറ്റിട്ടുണ്ട്. ഗുണ്ട ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് ആലുവയിലെ ആത്മീയ നേതാവിൻ്റെ വസതിയിലേക്ക് ജനകീയ സമിതി ഇന്ന് പ്രതിഷേധ പ്രകടനം നടത്തിയത്. പ്രകടനം പുറയാർ ഗേറ്റിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ആലുവ MLA അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. അവരാരും അങ്ങനെ ആരുടെ മെക്കെട്ട് കയറുന്ന ആളുകളൊന്നുമല്ല, പക്ഷേ അവരുടെ ഗുണ്ടായുസം, ആ ഗുണ്ടായുസമാണ് അവിടെ കാണിച്ചത്. അതൊരിക്കലും നമ്മുടെ നാട്ടിൽ നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. അതൊരിക്കലും നമ്മൾ വെച്ചു പറപ്പിക്കില്ല. അവിടെ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമാണ് ഈ വിഷയത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിക്കുന്നത്. രാഷ്ട്രീയമുള്ളവനും രാഷ്ട്രീയമില്ലാത്തവരും എല്ലാവരും, ചെറുപ്പക്കാരും മുതിർന്നവരും എല്ലാവരുമാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ആ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. തീർച്ചയായിട്ടും ശ്രീമൂലനഗരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിറാജ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ MJ ജോമി, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ CK അമീർ, സുനിൽ, അബു, ജാരിയത്ത് ഉൾപ്പെടെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടനൊപ്പം സനൂപ് കളമശ്ശേരി.